എന്ന് പറഞ്ഞിട്ടും ഇന്നും എന്തുകൊണ്ട് രക്ഷപ്പെട്ടു? എന്തുകൊണ്ട് രക്ഷപ്പെട്ടു? തെളിയിക്കപ്പെട്ടില്ലേ കൊന്നെന്ന്, തെളിയിക്കപ്പെട്ടില്ലേ പീഡിപ്പിച്ചെന്ന്, തെളിയിക്കപ്പെട്ടില്ലേ മോഷ്ടിച്ചെന്ന്? എന്തുകൊണ്ട് വിടുവിക്കപ്പെട്ടു? ഇതിനുവേണ്ടി വക്കാലത്ത് നടത്താൻ ഇന്ത്യയിൽ വക്കീലുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് വേണ്ടത് ബർവാസുമാരെയാ. അഭിനയ ചക്രവർത്തിമാരുടെ ആഭാസത്തരങ്ങളും അടിഞ്ഞാട്ടങ്ങളും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ നമ്മുടെ കണ്ണു മുമ്പിൽ വാർത്തകൾ തരുമ്പോൾ ലോകമറിയണം നമ്മുടെ ലോകത്തിന് വേണ്ടത് ബർവാസുമാരെയാണ്. രാഷ്ട്രീയ പ്രവർത്തകരെ നോക്ക്, ഭരണസിരാ കേന്ദ്രങ്ങൾ വിചാരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ മുതൽ മന്ത്രിവരെ പദം വരെയുള്ളവരെ നോക്ക്. കള്ളന്മാരും കൈയിട്ടുമാരുന്നവരും അനീതിയുടെ കൂത്തരങ്ങായി മാറിയവരും ഒക്കെ ഇവിടെ അരങ്ങുകർത്ത് വാടുമ്പോൾ എന്ത് തെറ്റ് ചെയ്താലും വളരെ ലാഘവത്തോടെ പ്രതിപട്ടികയിൽ അവർ തരം താഴ്ത്തപ്പെട്ട് പുറത്തു വരുന്നെങ്കിൽ ലോകമറിയണം, സമൂഹം അറിയണം, നീതിപീഠങ്ങൾ അറിയണം. നമ്മുടെ ലോകത്തിന് വേണ്ടത് ബർവാസുമാരെയാണ്. കോടതികളിൽ പണ്ടൊരു സ്ത്രീ രൂപം ഉണ്ടായിരുന്നു. നമ്മൾ പോയിട്ടില്ലെങ്കിൽ കണ്ടിട്ടുണ്ട് ചിത്രങ്ങളിൽ കൂടെ. ഒരു സ്ത്രീയുടെ രൂപമാണ്. കയ്യിലൊരു ത്രാസ് വെച്ചിരിക്കുന്നു, ഒരു കയ്യിൽ, മറ്റേ കയ്യിലൊരു വാളാണ്. ആ സ്ത്രീയുടെ കണ്ണ് മൂടിക്കെട്ടിരിക്കുകയാണ്. എന്താ ഇതിന്റെ സത്യം? ആ സ്ത്രീ ഒരു നിയമത്തെ കാണിക്കുക. നിയമം ആരുടെയും മുഖം നോക്കുന്നില്ല. തുലാസി തൂക്കി നോക്കി തെറ്റുകാരനായി കണ്ടെങ്കിൽ അതിനെ ശിക്ഷിക്കാനാണ് വാള്. ആരോ പറഞ്ഞു ഇവിടുത്തെ നിയമങ്ങൾ ചിലന്തി വല പോലെയാണ്. മനസ്സാകുന്നുണ്ടോ? ചെറിയ ജീവികൾ പെടുകയും വലിയ ജീവികൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം. സ്വതന്ത്രം ഇത് കാലഘട്ടത്തിന്റെ ചിത്രമാണ്. അതുകൊണ്ട്